الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى സ്നേഹാദരണീയരായ സഹോദരങ്ങളെ സഹോദരികളെ, സർവലോകരക്ഷിതാവായ അല്ലാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പകർത്തി തഖ്വയുള്ളവരായി ഭക്തിയുള്ളവരായി ജീവിതം ചിട്ടപ്പെടുത്തണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. എല്ലാവർക്കും ആവശ്യമുള്ള ഒരു വിഭാഗം ആളുകളാണ് യുവാക്കൾ എന്ന് പറയുന്നത്. മനസ്സും ശരീരവും ഒരുപോലെ ഊർജ്ജസ്വലമായ ഈ പ്രായത്തിൽ ഏത് കാര്യത്തിനും മുന്നിട്ടിറങ്ങാൻ യുവാക്കൾക്ക് സാധിക്കും. യുവത്വം എന്ന് പറഞ്ഞാൽ അതൊരു ശക്തിയുടെ കാലഘട്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാലഘട്ടത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫിൻ സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ മനുഷ്യൻ്റെ ജീവിതത്തിലെ ദുർബലാവസ്ഥ മുതൽ അവൻ്റെ ജീവിതത്തിൽ അവൻ ശക്തി പ്രാപിച്ചു വരുന്ന ആ കാലഘട്ടം കഴിഞ്ഞ് വീണ്ടും ദുർബലാവസ്ഥയിലേക്ക് മടങ്ങിപ്പോകുന്നതിനെ അല്ലാഹു നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ബലഹീനമായ അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ പതിയെ വളർന്നു വന്ന് അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും എല്ലാം തികയുന്ന, എല്ലാം പൂർണ്ണമാകുന്ന ഒരവസ്ഥയാകുന്നു യഥാർത്ഥത്തിൽ യുവത്വ കാലഘട്ടം എന്നുള്ളത്. ഈ കാലഘട്ടത്തെ നാം പരിശോധിക്കുമ്പോൾ വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങൾ മുതൽ നമ്മുടെയൊക്കെ രാജ്യത്തിൻ്റെ അതിർത്തികൾ
സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അതിർത്തിയിൽ രക്ഷാകവചം തീർക്കുന്ന മേഖലകളിൽ വരെ ഏറ്റവും കൂടുതൽ യുവാക്കളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അശാസ്ത്രീയമായ നിയമങ്ങളിലൂടെ മക്കൾ വേണ്ട, സന്താനങ്ങൾ കൂടുതലുണ്ടായാൽ പ്രശ്നമാണ്, അത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് തടസ്സമാണ് എന്ന് വാദിച്ചിരുന്ന പല ആളുകളും ഇന്ന് യഥാർത്ഥത്തിൽ ജനസംഖ്യയുടെ കുറവ്, അതിൻ്റെ അപകടം, അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. യുവാക്കളില്ലാത്തതിൻ്റെ പേരിൽ ചൈന പോലെയുള്ള രാജ്യങ്ങളിൽ വൃദ്ധന്മാർ കൂടുതലാണ്. അവിടെ ആ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, ആ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട യുവാക്കളില്ലാത്തതിൻ്റെ പേരിൽ അവർ പ്രയാസപ്പെടുന്ന കാഴ്ചകൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ട്. നന്മയുടെ പതാകവാഹകരാകുന്നതിൻ്റെ കൂടെ തന്നെ യുവത്വ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പലപ്പോഴും തിന്മയുടെ വക്താക്കളായി, തിന്മയുടെ വാഹകരായി കൊണ്ടും യുവത്വ കാലഘട്ടത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഈ കാലഘട്ടം നന്മക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്ന, അതേപോലെ തിന്മയിൽ കൊണ്ടുപോയി കളയുന്ന, നശിപ്പിക്കുന്ന ഈ കാലഘട്ടം, അതിനെ എങ്ങനെയാണ് ഒരു മുസ്ലിമായ യുവാവ്, ഒരു മുസ്ലിമായ മനുഷ്യൻ ഈ കാലഘട്ടത്തെ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത്, എന്താണ് അവൻ ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ടത് എന്ന് വളരെ കൃത്യമായി, വ്യക്തമായി പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാനവ സമൂഹത്തോട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ 5 കാര്യങ്ങളിൽ അതിലൊന്ന് ഈ കാലഘട്ടമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യഗ്തനിം ഖംസൻ ഖബല ഖംസ്, 5 കാര്യങ്ങൾ സംഭവിക്കുന്നതിൻ്റെ മുൻപ്, 5 കാര്യങ്ങൾ കടന്നു വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞത്, ഹയാതക ഖബല മൗതക, മരണം വരുന്നതിൻ്റെ മുമ്പ് നിന്റെ ജീവിതത്തെ നീ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം, ഉപയോഗപ്പെടുത്തണം. വഫറാഗക ഖബല ശഗ്ലിക, നിന്റെ ഒഴിവ് സമയം, നീ തിരക്ക് പിടിച്ച ഒന്നിനും സമയമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എടുത്തെറിയപ്പെടുന്നതിൻ്റെ മുൻപ് നിന്റെ സമയത്തെ നീ ധന്യമായി ഉപയോഗിക്കണം. അതേപോലെ തന്നെ വഗിനാക ഖബല ഫഖരിക, നിന്റെ സാമ്പത്തികമായ ഭദ്രത, നിന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം കടന്നു വരുന്നതിൻ്റെ മുൻപ് നീ ഉപയോഗപ്പെടുത്തണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വശബാബക ഖബല ഹറമിക, നിന്റെ യുവത്വ കാലഘട്ടത്തെ നീ ഉപയോഗപ്പെടുത്തണം. പ്രായം നമ്മളെയൊക്കെ പിടികൂടും, നമ്മുടെ മുടികൾ നരബാധിക്കും, താടികൾക്ക് നരബാധിക്കും, നമ്മുടെ മുഖം ചുക്കിച്ചുളിയും, നമ്മുടെ പേശികൾ ദുർബലമാകും, നമ്മുടെ ശക്തി ക്ഷയിച്ചു പോകും. അങ്ങനെയുള്ളൊരു കാലഘട്ടം വരുന്നതിൻ്റെ മുൻപ് നിന്റെ യുവത്വ കാലഘട്ടത്തെ നീ ഉപയോഗപ്പെടുത്തണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അപ്പം മനുഷ്യൻ അവൻ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളിൽ ഒന്നേതാണ്? അവൻ്റെ യുവത്വ കാലഘട്ടമാണ്. അതേപോലെ റസൂലുള്ളാഹി പറഞ്ഞു, റബ്ബിന്റെ അടുക്കൽ നിന്റെ യുവത്വ കാലഘട്ടത്തെക്കുറിച്ച് ചോദ്യമുണ്ട്. പ്രവാചകൻ തിരുമേനി പറയും, ലാ തസൂലു ഖദമ അബ്ദിൻ ലാ തസൂലു ഖദമ ഇബ്നി ആദം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആദം സന്തതികളോട് ചോദ്യം ചെയ്യും, ചോദ്യം ചെയ്യപ്പെടാതിരിക്കുക. അവരുടെ കാലടികളെ ചില ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വഅൻ ശബാബിഹി ഫീമാ അബ്ലഉ, അവൻ്റെ യുവത്വത്തെക്കുറിച്ച് ചോദിക്കുമെന്നാണ്. ഏറ്റവും ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ പൂർണ്ണമായ കാലഘട്ടം എന്ന് പറയുന്ന ആ യുവത്വത്തെക്കുറിച്ച് അള്ളാഹു വിചാരണ നടത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ അവൻ്റെ യുവത്വ കാലഘട്ടത്തെ ശ്രദ്ധിക്കുകയും നാളെ ഈ കാലഘട്ടത്തെക്കുറിച്ച് വിചാരണ നടത്തുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണ നടത്തുമെന്ന് മനസ്സിലാക്കുകയും ചെയ്ത ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു, നാളെ പരലോകത്ത് അർശിന്റെ തണൽ ലഭിക്കുന്ന, മറ്റൊരു തണലുമില്ലാത്ത സമയം, അവിടെ റബ്ബിന്റെ തണൽ ലഭിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അതിൽ അന്നാര 7 വിഭാഗം ആളുകളിൽ ഒരു കൂട്ടം ആളുകൾ നശഅ ഫീ ഇബാദത്തി റബ്ബിഹി, തൻ്റെ യുവത്വ കാലഘട്ടത്തെ ആരാധനകളുമായി ബന്ധപ്പെടുത്തിയ ആള് എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ സഹോദരങ്ങൾ, ഈ ഹദീസുകളും പ്രവാചകന്റെ അധ്യാപനങ്ങളും നമുക്ക് പറഞ്ഞു തരുന്ന എന്താണ്?
നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാലഘട്ടമാണ് യുവത്വം എന്ന് പറയുന്ന കാലഘട്ടം. ഈ കാലഘട്ടത്തെ ശ്രദ്ധയോടുകൂടെയാണ് വിശ്വാസികളായ ആളുകൾ ഉപയോഗിക്കേണ്ടത്. അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ വിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലേ? നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. എന്തിനാണ് ഈ കഥ അള്ളാഹു പറഞ്ഞു തരുന്നത്? അവരുടെ വർത്തമാനം നിനക്ക് നാം യഥാർത്ഥ രൂപത്തിൽ വിവരിച്ചു തരാം. തങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിച്ച ഏതാനും യുവാക്കളായിരുന്നു അവർ. അവർക്ക് നാം സന്മാർഗബോധനം നൽകിയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ആ യുവാക്കളുടെ കഥ എന്തിനാണ് നമുക്ക് വിശദീകരിച്ചു തരുന്നത്? ആ യുവാക്കളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ, വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി നാടൊഴിവാക്കേണ്ടി വന്ന, ഗുഹയിൽ പോയി അഭയം തേടിയ, അങ്ങനെ റബ്ബിന്റെ അപാരമായ അനുഗ്രഹം ലഭിച്ച ആളുകളായി മാറിയ അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ കേട്ടുപോകാനുള്ളതല്ല. അവരുടെ ആ ജീവിതത്തിൽ നിന്ന്, അവരുടെ ചരിത്രത്തിൽ നിന്ന് ഇന്നത്തെ തലമുറ പാഠം പഠിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഇന്ന് മുസ്ലിം സമൂഹത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന യുവാക്കളിൽ ചില ആളുകളുടെ വിശ്വാസം എന്താണ്? അന്ധവിശ്വാസങ്ങളുടെ പിറകെയാണ് പല ആളുകളും. ലോകം നിയന്ത്രിക്കുന്നത്, ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് മുദബ്ബിറുൽ ആലം, അതൊരു ഭ്രാന്ത് ബാധിച്ച മനുഷ്യനാണ് എന്ന് വിശ്വസിക്കുന്നതിൽ മഹാഭൂരിപക്ഷം യുവാക്കളാണ്. അത്തരം പ്രസംഗങ്ങൾക്ക് സ്റ്റേജ് കെട്ടുന്നത്, അത്തരം ചിന്തകൾ പഠിപ്പിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നത് ആരാണ്? യുവസമൂഹമാണ്. എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനെ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും പല ആളുകളും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ബിദ്അത്തുകൾ സുന്നത്തായും, സുന്നത്ത് പാലിക്കുന്നവരെ പുത്തനാശയക്കാരായും സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന് പേജും സ്റ്റേജും പേനയും ഒക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതിൽ മഹാഭൂരിപക്ഷം യുവാക്കളാണ്. ചരിത്രം അങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. മതത്തെ വിറ്റ് ചൂഷണം ചെയ്യുന്ന, മതത്തെ വിറ്റ് മനുഷ്യരെ ചൂഷണം ചെയ്ത് കോടികൾ സമ്പാദിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ കേരളത്തിന്റെ പശ്ചാത്തലം തന്നെ എടുത്തു നോക്കൂ നിങ്ങൾ. ഓരോ രാത്രികളിലും വ്യത്യസ്തമായ രീതികളിൽ മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന ആളുകളുണ്ട്. ആരാണ് അതിൽ കൂടുതൽ? ആരാണ് ഇതിൽ ആ ചൂഷണത്തിൽ മുന്നിൽ നിൽക്കുന്നത്? ആരാണ്? യുവാക്കളായ ആളുകളാണ്. യുവത്വ കാലഘട്ടത്തിലുള്ള മനുഷ്യന്മാരാണ് മനുഷ്യരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ആൺ പെൺ വ്യത്യാസമില്ലാതെ ലോകത്തെ പുരോഗമനമായി കാണണം, എല്ലാവരും ഒന്നാണ് എന്ന് പറയുന്ന ലിബറൽ ചിന്താഗതിയുമായി കടന്നു വന്ന് ഈ സമൂഹത്തെ നശിപ്പിക്കാൻ പണിയെടുക്കുന്നത് ആരാണ്? അതും യുവാക്കളാണ്. അതിന് നേതൃത്വം നൽകുന്നത്, അത്തരം ചിന്തകൾ നമ്മുടെ സമൂഹത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നത് യുവാക്കളാണ്. നമ്മുടെ നാടുകളിൽ നിന്ന് ഈ അടുത്ത കാലത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്ന വിവാഹരംഗത്തെ ആഭാസങ്ങൾ, വിവാഹരംഗത്തെ തോന്നിവാസങ്ങൾ, ആരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്? ആരാണ് അതിന് മുന്നിട്ട് നിൽക്കുന്നത്? വരൻ തന്റെ വധുവിന്റെ ഗ്രഹത്തിലേക്ക് വരുന്നത് ശവപ്പെട്ടിയിലാണ്. അതേപോലെ തന്നെ പല വൃത്തികേടുകൾ ആ മേഖലയിൽ കടന്നു വന്നു. ആരാണ് പ്രിയപ്പെട്ടവരെ ഇത്തരം വൃത്തികേടുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളായി മാറുന്നത്? യുവാക്കളാണ്. തിന്മയുടെ മേഖലയിൽ ഒരുപാട് യുവ സമൂഹത്തെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ യുവാക്കളായ ആളുകൾ അവരുടെ കർമ്മശേഷിയെ, അവരുടെ ബുദ്ധിയെ, അവരുടെ ചിന്തയെ നന്മയുടെ മാർഗത്തിൽ ഉപയോഗിച്ചതിന് ധാരാളം തെളിവുകൾ നമ്മുടെ മുൻപിലുണ്ട്. പരിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇബ്രാഹിം നബിയുടെ ചരിത്രം നോക്കൂ നിങ്ങൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ യുവത്വം ഉപയോഗപ്പെടുത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? ഇബ്രാഹിം നബിയുടെ ആ ചെറുപ്പ കാലഘട്ടം, ഏറ്റവും ശക്തമായ യുവത്വ കാലഘട്ടം അദ്ദേഹം ഉപയോഗപ്പെടുത്തി എന്തിനു വേണ്ടിയായിരുന്നു? ജനങ്ങളുടെ നന്മക്ക് വേണ്ടിയായിരുന്നു. അള്ളാഹുവിന്റെ ദീനിലേക്ക് ആളുകളെ വിളിക്കാൻ വേണ്ടിയായിരുന്നു. ഖാലു സമിഅനാ ഫതൻ യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം. ഇബ്രാഹിം നബിയെ കുറിച്ച് ആ കാലഘട്ടത്തിലെ ചില ആളുകൾ പറഞ്ഞത്, ഇബ്രാഹിം എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ദൈവങ്ങളെ പറ്റി പരാമർശിക്കുന്ന ഞങ്ങൾ കേട്ടുന്ന ഒരു ചെറുപ്പക്കാരൻ. ഇബ്രാഹിം നബി തൗഹീദ് പഠിപ്പിക്കാണ്. എന്തിനാ തൗഹീദ് പഠിപ്പിച്ചത്? ജനങ്ങളുടെ നന്മക്ക് വേണ്ടി. തന്റെ യുവത്വ കാലഘട്ടത്തെ നന്മക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായത് ഏത് വയസ്സിലാണ്? 40-ാമത്തെ വയസ്സിലാണ്. അഥവാ ഒരു മനുഷ്യന്റെ ഏറ്റവും പൂർണ്ണമായ ഒരു കാലഘട്ടമെന്ന് നമ്മളൊക്കെ പറയുന്ന 40-ാമത്തെ വയസ്സിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി കടന്നു വന്നു. അരാജകത്വത്തിൽ മുങ്ങിത്താണിരുന്ന ഒരു സമൂഹം, എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ എല്ലാ തിന്മകളും വ്യാപിച്ചിരുന്ന ഒരു സമൂഹം. ആ സമൂഹത്തിന്റെ ഇടയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്ന മുഹമ്മദ് എന്ന് പറയുന്ന യുവാവ് കടന്നു വന്നു. എന്നിട്ട് അവരെ സംസ്കരിക്കാൻ തുടങ്ങി.
അള്ളാന്റെ റസൂലിന്റെ യുവത്വ കാലഘട്ടം നബി എന്തിനാ മാറ്റിവെച്ചത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തെ ഉപയോഗപ്പെടുത്തിയത് ജനങ്ങളെ നന്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. യൂസുഫ് നബിയുടെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ നമ്മൾ വായിച്ചു പോകുന്നു. യൂസുഫ് നബിയുടെ കഥ നമ്മൾ വായിച്ചു പോകുന്നു. പ്രിയപ്പെട്ട യുവാക്കളെ, യുവ സമൂഹമേ, യൂസുഫ് നബിയുടെ കഥയിൽ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിന് വിശദീകരണം എഴുതിയ മുഫസ്സിറുകളിൽ പല ആളുകളും യൂസുഫ് നബിയുടെ ചരിത്രം വിശദീകരിക്കുന്ന ആയത്തുകളെ മുന്നിൽ വെച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഒട്ടനവധി പ്രതിസന്ധിയുടെ സന്ദർഭങ്ങളിലൂടെയാണ് യൂസുഫ് നബി കടന്നുപോയത്. ഇന്നത്തെ യുവാക്കളെ അധാർമികതയിലേക്ക് കൊണ്ടുപോകുന്ന എന്താണ്? തോന്നിവാസങ്ങൾ, വൃത്തികേടുകൾ, ആഭാസങ്ങൾ, അശ്ലീലതകൾ, അരുതാത്ത കാഴ്ചകൾ, അരുതാത്ത കേൾവികൾ, ഇതൊക്കെ യുവ സമൂഹത്തെ തിന്മയിലേക്ക് മാടി വിളിക്കുകയാണ്. ആരാ യൂസുഫ് നബിയെ മാടി വിളിച്ചത്? ആരാ യൂസുഫ് നബിയെ തിന്മയിലേക്ക് മാടി വിളിച്ചത്? ആ നാടിന്റെ ഭരണാധികാരിയുടെ അസീസിന്റെ ഭാര്യയാണ്. ആരും അറിയാൻ സാധ്യതയില്ല. അവൾ സുന്ദരിയാണ്, അദ്ദേഹം സുന്ദരനാണ്. അവൾ വാതിലടച്ചു. അവളാണ് അദ്ദേഹത്തെ വിളിച്ചത്, യൂസുഫ് നബി അല്ല. അവളാണ് അദ്ദേഹത്തെ ആ തിന്മയിലേക്ക് വിളിച്ചത്. തിന്മയുടെ എല്ലാ സാഹചര്യവും ഉണ്ടായിട്ടും, തെറ്റിലേക്ക് ചാഞ്ഞു പോകാനുള്ള എല്ലാ വഴികളും ഉണ്ടായിട്ടും മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ എന്ന് അല്ലാഹു പറഞ്ഞില്ലേ? നമ്മുടെ ഇഖ്ലാസുള്ള ഒരു ദാസന്മാരിൽപ്പെട്ട ദാസനാണ് മഹാനായ യൂസുഫ് നബി എന്ന്. ആ തിന്മയുടെ വാതിലടക്കാൻ യൂസുഫ് നബിക്ക് കഴിഞ്ഞു. ഇന്നത്തെ യുവതലമുറ യൂസുഫ് നബിയിൽ നിന്ന് പാഠം പഠിക്കേണ്ടതുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി കടന്നു വന്നപ്പോൾ പ്രവാചകന് താങ്ങായി തണലായി നിന്ന അബൂബക്കർ റളിയല്ലാഹു പ്രായം എത്രയായിരുന്നു? 37 വയസ്സുകാരനാണ് അബൂബക്കർ റളിയല്ലാഹു. 37 വയസ്സുകാരനായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കരുത്തു പകർന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു 27 വയസ്സുകാരനായിരുന്നു അന്ന്. 27 വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ 2 മക്കളെ വിവാഹം കഴിച്ചു കൊടുത്ത ഇസ്ലാമിക ചരിത്രത്തിലെ 3ാമത്തെ ഖലീഫയായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അള്ളാന്റെ റസൂലിന്റെ ദീൻ സ്വീകരിക്കും, അള്ളാന്റെ മതം സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 22 വയസ്സാണ്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു 10ാമത്തെ വയസ്സിലാണ് പ്രവാചകന്റെ കൂടെ പരിശുദ്ധ ദീനിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത്. നോക്കൂ നിങ്ങൾ, ആ ആളുകളുടെയൊക്കെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അവരുടെ യുവത്വ കാലഘട്ടത്തെ അവർ ഇസ്ലാമിന് വേണ്ടി മാറ്റിവെച്ചു. അവരല്ലാന്റെ ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തി എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അബ്ദുല്ലാഹി ബിനു അംർ ബിനു ആസ് ഈ ഖുത്ബ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട്, യുവതികളോട് ഓർമ്മപ്പെടുത്താനുള്ള ചരിത്രം ഈ ചരിത്രമാണ്. അബ്ദുല്ലാഹി ബിനു അംർ ബിനു ആസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്നു. നബിയുടെ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അള്ളാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾ എനിക്കൊരു അനുവാദം തരണം. ഒരൊറ്റ രാത്രി കൊണ്ട് വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി ഓതി തീർക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എന്താ നബിയോട് അദ്ദേഹം ആവശ്യപ്പെടുന്നത്? ഒരു രാത്രി കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഓതി തീർക്കാനുള്ള അനുവാദം നിങ്ങൾ എനിക്ക് തരണം. നബി പറഞ്ഞു, നിനക്കത് പ്രയാസമാകും, നിനക്കത് ബുദ്ധിമുട്ടാകും. കുറെ കാലം കഴിയുമ്പോൾ അത് ഭാരിച്ച പ്രയാസമുള്ള കാര്യമായി മാറും. അതുകൊണ്ട് തന്നെ മാസത്തിൽ ഒരു തവണ നീ ഖുർആൻ ഓതി തീർത്താൽ മതി. മാസത്തിൽ ഒരു തവണ. അദ്ദേഹത്തിന്റെ വാചകം എന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് ദഅനി അസ്തംതിഉ മിൻ ഖുവതി വമിൻ ശബാബി. പ്രിയപ്പെട്ട യുവാക്കളെ, നമ്മുടെ ഹൃദയങ്ങളിൽ കൊത്തിവെക്കേണ്ട വാചകമാണിത്. അദ്ദേഹം പറഞ്ഞത്, ദഅനി അസ്തംതിഉ മിൻ ഖുവതി വമിൻ ശബാബി. എന്റെ യുവത്വവും ശക്തിയും ഉപയോഗിക്കാൻ നബിയെ നിങ്ങൾ എന്നെ അനുവദിക്കണം എന്നാണ്. എന്റെ യുവത്വവും എന്റെ ശക്തിയും ഉപയോഗിക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ യുവത്വത്തെ അള്ളാന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തണമെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് വന്ന് നബിയോട് പറഞ്ഞ വാചകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെയാണ് എങ്കിൽ നീ 20 ദിവസം കൊണ്ട് ഓതി തീർത്തോ. 20 ദിവസം കൊണ്ട്. അദ്ദേഹം പറഞ്ഞു, നബിയെ പോരാ, എന്റെ ആരോഗ്യവും എന്റെ ശക്തിയും ഉപയോഗിക്കാൻ എനിക്ക് അനുവാദം നൽകണം. അപ്പൊ നബി പറഞ്ഞു, 10 ദിവസം കൊണ്ട് ഓതി തീർത്തോ. 10 ദിവസം കൊണ്ട്. അദ്ദേഹം സമ്മതിച്ചില്ല. വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ യുവത്വ കാലഘട്ടത്തെ നന്മയിൽ ഉപയോഗിക്കാൻ എനിക്ക് അവസരം നൽകണം. അപ്പൊ നബി പറഞ്ഞു, 7 ദിവസം കൊണ്ട്. 7 ദിവസം കൊണ്ട്. അദ്ദേഹം സമ്മതിക്കുന്നില്ല. പിന്നെ അത് 3 ദിവസത്തിലേക്ക് എത്തിയത് നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ഈ ചരിത്രമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്? ഈ വർത്തമാന കാലഘട്ടത്തിലെ യുവാക്കൾ
അവരുടെ കർമ്മശേഷി എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ 6 കാര്യങ്ങൾ എണ്ണി പറഞ്ഞു പോവുകയാണ്. ഈ കാലഘട്ടത്തിലെ യുവാക്കൾ, ആ യുവാക്കളിൽ നിന്ന് കാലം തേടുന്ന, കാലം അന്വേഷിക്കുന്ന 6 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ദീന് പഠിക്കണം, റബ്ബിന്റെ ഇഷ്ടം നേടണമെന്നുള്ളതാണ്. പ്രിയപ്പെട്ട യുവാക്കളെ, ദീന് പഠിക്കാനും റബ്ബിന്റെ ഇഷ്ടം നേടാനും നമ്മൾ സന്നദ്ധരാവുക എന്നുള്ളത് കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. ഭൗതിക പഠനവും ജോലി തിരക്കും കുടുംബത്തിന്റെ ബാധ്യതകളും അങ്ങനെ ഒരുപാട് തിരക്കുകൾ നമുക്കുണ്ട്. ആ തിരക്കുകൾക്കിടയിൽ ഇതൊക്കെ മുറിഞ്ഞു പോകും. ജോലിയിൽ നിന്ന് വിരമിക്കുന്ന ദിവസം വരും. അതേപോലെ തന്നെ നമ്മുടെ സൗകര്യങ്ങൾ എല്ലാം മുറിഞ്ഞു പോകുന്ന ഒരു ദിവസം വരും. ആ ദിവസത്തിനപ്പുറം നമ്മളെ കാത്തിരിക്കുന്ന ഒരു ലോകമുണ്ട്. അവിടെ നമ്മൾ വിജയിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ദീൻ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. ഭൗതികമായ സൗകര്യങ്ങളിലല്ല യഥാർത്ഥത്തിലുള്ള വിജയം കിടക്കുന്നത് എന്ന് മനസ്സിലാക്കി അള്ളാഹിന്റെ ദീന് പഠിക്കാനും അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ, ആ ആളുകളെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ പ്രവാചകൻ പറയുന്നുണ്ട്, അർഹമു ഉമ്മത്തി ബി ഉമ്മത്തി അബൂബക്കർ. എൻ്റെ ഉമ്മത്തുകളോട് ഏറ്റവും റഹ്മത്തുള്ളയാൾ അബൂബക്കറാണ്. ആ ദീനില് ഷിദ്ദത്ത് കാണിച്ച ആളുകൾ, അഥവാ മതത്തിനോട് അങ്ങേയറ്റം താല്പര്യം കാണിച്ച് അതിൽ ഷിദ്ദത്തുണ്ടായിരുന്ന ആള് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. എന്നിട്ട് പറയുന്നുണ്ട്, അവരിൽ വിധികൾ ഏറ്റവും കൂടുതൽ അറിയുന്നയാള് അത് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. വഅലമുഹും ബിൽ ഹലാലി വൽ ഹറാമി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ഹലാലിനെ കുറിച്ചും ഹറാമിനെ കുറിച്ചും അറിയുന്ന ആളാരാ? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 27 വയസ്സാണ്. 27 വയസ്സ് അദ്ദേഹം മരിക്കുമ്പോൾ. അപ്പൊ നോക്കൂ നിങ്ങൾ, അന്ന് ദീനിൽ ഏറ്റവും കൂടുതൽ ഹലാലിനെ കുറിച്ചും ഹറാമിനെ കുറിച്ചും അറിയുന്നത് ആർക്കായിരുന്നു? മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. പ്രായത്ര ചെറിയ പ്രായമാണ്. അതേപോലെ തന്നെ സയ്യിദ് റളിയല്ലാഹു അൻഹു മരിക്കുമ്പോൾ 23 വയസ്സായിരുന്നു പ്രായം. അദ്ദേഹത്തിന് ഫുറൂദുകളെ കുറിച്ചുള്ള വിവരം, ഏറ്റവും നല്ല അവഗാഹമുള്ള വ്യക്തിയായിരുന്നു. ഇസ്ലാമിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ യുവാക്കളായ ആളുകൾ അവരങ്ങേയറ്റം അറിവ് നേടിയ ആളുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇന്നത്തെ യുവാക്കള് അറിവ് നേടാൻ വേണ്ടി എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 27 വയസ്സാണ്. അദ്ദേഹം ആരാ? മരിക്കുമ്പോൾ ആരാ അദ്ദേഹം? ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പറഞ്ഞാൽ മുക്തിറൂന ലിരിവായത്തിൽ ഹദീസ്, 1000-ലധികം ഹദീസുകൾ ഉദ്ധരിച്ച ആളുകൾക്ക് പറയുന്ന പേരാ. അതിലൊന്നാം സ്ഥാനം ആർക്കാ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനാണ്. 27-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നത്. 5000 ചില്ലാനം ഹദീസുകളാണ് അദ്ദേഹം ഈ ലോകത്തിന് സംഭാവന ചെയ്തത്. അദ്ദേഹത്തിന്റെ സേവനം വലുതാണ് എന്ന് എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, യുവാക്കളായ ആളുകൾ അപകടങ്ങളെ തിരിച്ചറിയണം എന്നുള്ള. അപകടങ്ങളെ അവർ തിരിച്ചറിയണം. പലതരത്തിലുള്ള അപകടങ്ങളുണ്ട്. ഇസ്ലാമിനെ തകർക്കാൻ, ഇസ്ലാമിനെ ഇല്ലാതെയാക്കാൻ ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ആയുധം കൊണ്ടും അവരുടെ തന്ത്രങ്ങൾ കൊണ്ടുമൊക്കെ അവർ പല രീതിയിൽ ശ്രമിച്ചു നോക്കി, കഴിയുന്നില്ല. അപ്പൊ ഇനി ഇസ്ലാമിലെ യുവാക്കളുടെ മസ്തിഷ്കത്തെ എന്ത് ചെയ്യണം? തകർക്കണം. അതുകൊണ്ട് തന്നെ യുവാക്കളെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന ചിന്തകൾ ഇട്ടുകൊണ്ട് അവർ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. മൂന്നാമത്തെ കാര്യം, സോഷ്യൽ മീഡിയയിലെ അപകടങ്ങൾ യുവാക്കൾ തിരിച്ചറിയണം. സ്ക്രോൾ ചെയ്തും തോണ്ടിയും നമ്മൾ കളയുന്ന സമയത്തെക്കുറിച്ച് നമുക്ക് ബോധം ഉണ്ടാകണം. ഈ സമയത്തെക്കുറിച്ച് അള്ളാഹു ചോദിക്കുമെന്ന ചിന്ത നമുക്കുണ്ടാകണം. പരിശുദ്ധ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് മറുപടി കൊടുക്കാൻ യുവാക്കൾക്ക് പറ്റണം. അവർക്ക് കൃത്യമായ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ മറുപടി പറയാനുള്ള കഴിവ് വിശ്വാസികളായ ആളുകൾക്ക് സാധിക്കേണ്ടതുണ്ട്. വിമർശനങ്ങളും അതിനുള്ള മറുപടികളും പറയുന്ന സംസാരങ്ങളും എഴുത്തുകളുമൊക്കെ യുവാക്കളായ ആളുകൾ. നാലാമത്തെ കാര്യം അതാണ്. ചുറ്റുപാടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിനെ വിമർശിക്കുന്ന കാര്യങ്ങൾ അതിൽ എഴുത്തുകളായിട്ട് വരുന്നുണ്ട്, സംസാരങ്ങളായിട്ട് വരുന്നുണ്ട്. അതൊക്കെ കേൾക്കണം നമ്മൾ. അത് കേട്ട് എന്ത് ചെയ്യണം? അതിനെ കൃത്യമായി മറുപടി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ഇസ്ലാമിന്റെ പ്രചാരകരായിട്ട് എന്ത് ചെയ്യണം? മാറണം. അഞ്ചാമത്തെ കാര്യം, നമ്മുടെ സമയവും ചിന്തയും അധ്വാനവും ദീനിന് നൽകാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ സമയവും ചിന്തയും എന്ത് ചെയ്യണം? നമ്മളെ ദീനിന് കൊടുക്കണം. ഉമർലാൻ ഞാൻ പറഞ്ഞു, ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അദ്ദേഹം 30 വയസ്സിൽ താഴെയുള്ള ആളാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരിപ്പിൽ അലി റളിയല്ലാഹു അൻഹു കിടക്കുന്ന ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാ വലിയ പ്രതിസന്ധിയാണത്. നബിനെ കൊല്ലാൻ വേണ്ടി വന്ന ആൾക്കാരാ. ആ വിരിപ്പിൽ അദ്ദേഹം കിടക്കുമ്പോൾ അദ്ദേഹം ചെറിയ കുട്ടിയായിരുന്നു. ഉമൈർ ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്തത് അദ്ദേഹത്തിന്റെ 16-ാമത്തെ വയസ്സിലാ. 16-ാമത്തെ വയസ്സിൽ ആദ്യമായി അമ്പെയ്യുമ്പോൾ
സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹുവിന്റെ പ്രായം 17 വയസ്സാണ്. അവരൊക്കെ അവരുടെ ആ കാലത്തെ, അവരുടെ യുവത്വ കാലഘട്ടത്തെ, അവരുടെ സമയത്തെ, അവരുടെ ചിന്തയെ, അവരുടെ ശക്തിയെ നന്മക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ആറാമത്തെ കാര്യം, ജീവിതം കൊണ്ട് നമ്മൾ മാതൃകയാവുക എന്നുള്ളതാണ്. ഒരു മുസ്ലിം യുവാവ് അവൻ ഈ സമൂഹത്തിന് മാതൃകയാവണം. സ്വഹാബികളെ കണ്ടുകൊണ്ടാണ് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത്. നമ്മളെ കണ്ടുകൊണ്ട് ആളുകൾ ഇസ്ലാമിനെ പഠിക്കട്ടെ, ആളുകൾ ഇസ്ലാമിനെ മനസ്സിലാക്കട്ടെ. യുവത്വത്തിന്റെ ധർമ്മം നിർവഹിക്കുന്ന നല്ല യുവാക്കളായി ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറെ ശ്രദ്ധേയനായ സ്വഹാബിയാണ് അഫീഫുൽ കിന്ദി റളിയല്ലാഹു അൻഹു. അഫീഫുൽ കിന്ദി എന്ന് പറയുന്ന സ്വഹാബിയെ ചരിത്രത്തിൽ വളരെ ഏറെയൊന്നും നമ്മൾ വായിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം പ്രസിദ്ധനാണ്. അദ്ദേഹം താജിറായിരുന്നു. അദ്ദേഹം നല്ല കച്ചവടക്കാരനായിരുന്നു. മക്കയിലേക്ക് അദ്ദേഹം കച്ചവടത്തിന് വേണ്ടി വരും. മക്കയിൽ കച്ചവടത്തിന് വരുന്ന സമയത്താണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായി അദ്ദേഹം പരിചയപ്പെടുന്നത്. അങ്ങനെ അവർ തമ്മിൽ നല്ല സൗഹൃദമുണ്ടായി. അവർ നല്ല കൂട്ടുകാരായി. ഒരിക്കൽ അദ്ദേഹം മക്കയിലേക്ക് കച്ചവടത്തിന് വന്നു. കച്ചവടമെല്ലാം അവസാനിച്ച് പരിശുദ്ധ ഹറമിന്റെ ചാരത്ത് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അഫീഫുൽ കിന്ദി ഇരിക്കണം. അദ്ദേഹം അത് മുസ്ലിം അല്ല. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ അവർ രണ്ടുപേരും സംസാരിച്ചിരിക്കുക. അവർ സ്നേഹിതരാണ്, സംസാരിച്ചിരിക്കുക. അപ്പോൾ അവർ കാഴ്ച കണ്ടു. പരിശുദ്ധ ഹറമിൽ 3 ആളുകൾ ഇങ്ങനെ തവാഫ് ചെയ്യുന്നുണ്ട്. അഫീഫുൽ കിന്ദി ചോദിച്ചു, ആരാണ് അവർ, എന്താണ് അവർ ചെയ്യുന്നത്? അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് പറഞ്ഞു, അത് ഹാദാ മുഹമ്മദ് ബിൻ അബ്ദില്ല, അത് മുഹമ്മദാണ്, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണ്. അദ്ദേഹം വാദിക്കുന്നത് അദ്ദേഹം ദൈവത്തിന്റെ പ്രവാചകനാണ്, അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തെ ആരും വിശ്വസിക്കുന്നില്ല. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്നത് കേൾക്കാൻ ആരും തയ്യാറാകുന്നില്ല. അഫീഫുൽ കിന്ദി ചോദിച്ചു, അമിൻ ഹാദിഹിൽ മർഅ, ആരാണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ള പെണ്ണാരാണ്, ആ സ്ത്രീ ആരാണ്? പറഞ്ഞു, ഇംറഅതുഹു ഖദീജ ബിൻത് ഖുവൈലിദ്, ഖുവൈലിദിന്റെ മകൾ ഖദീജയാണത്, ഖുവൈലിദിന്റെ മകൾ ഖദീജയാണത്. എന്നിട്ട് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ഖദീജയെ അവരിൽ വിശ്വസിച്ചു, മുഹമ്മദിൽ വിശ്വസിച്ചിട്ടുണ്ട് ഖദീജ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, വമൻ, ആരാണ് ആ ഫതാ, യുവാവ് ആരാണ്, കൂടെയുള്ള ചെറുപ്പക്കാരൻ ആരാണ്? അപ്പൊ പറഞ്ഞത് അലി ഇബ്നു അബീ ത്വാലിബാണ്, ഞങ്ങളുടെ കുടുംബക്കാരനാണ്, അലി ഇബ്നു അബീ ത്വാലിബാണ്. കാലമേറെ കടന്നുപോയി. അഫീഫുൽ കിന്ദി റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ അള്ളാഹിന്റെ ദീനിലേക്ക് കടന്നു വന്നു, ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം ഈ ചരിത്രം ഓർക്കുകയാണ്, ഈ സംഭവം ഓർക്കുകയാണ്. അദ്ദേഹം എന്നിട്ട് പറഞ്ഞൊരു വാചകമുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി കടന്നു വന്ന ആ ഇസ്ലാമിന്റെ ആദ്യ നാളുകളിൽ തന്നെ ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് കേൾക്കാൻ അവസരം ഉണ്ടായി. ഞാനെങ്ങാനും, അടിവരയിട്ട് കേൾക്കേണ്ട വാചകമാണ്, ഞാനെങ്ങാനും അന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അത് മുഹമ്മദാണ്, അദ്ദേഹം പറയുന്നത് ഈ പ്രപഞ്ചത്തിനൊരു ദൈവമുണ്ട്, സൃഷ്ടാവുണ്ട്, അല്ലാഹു ഉണ്ട്, മരണത്തിനപ്പുറം ഒരു ലോകമുണ്ട്, അങ്ങനെയുള്ള വാദമാണ് പറയുന്നത്, ആ വിശ്വാസമാണ് പഠിപ്പിക്കുന്നത്. അത് പറഞ്ഞ സമയത്തെങ്ങാനും ഞാൻ മുഹമ്മദിൽ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, ലൗ കാന അല്ലാഹു റസഖനി അൽ-ഇസ്ലാമ യൗമൈദിൻ ഫഅകൂനു സാനിയൻ മഅ അലി ഇബ്നു അബീ ത്വാലിബ്, അന്നെങ്ങാനും ഞാൻ മുസ്ലിം ആയിരുന്നെങ്കിൽ, അന്നെങ്ങാനും ഞാൻ ഇസ്ലാം സ്വീകരിച്ചിരുന്നെങ്കിൽ ഇസ്ലാമിലെ 3-ാമൻ അല്ലെങ്കിൽ 4-ാമനായിട്ട് ഞാൻ മാറുമായിരുന്നു എന്ന് മഹാനായ അഫീഫുൽ കിന്ദി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ഈ ചരിത്രം എന്തിനാണ് നമ്മൾ കേൾക്കുന്നത്? നോക്കൂ നിങ്ങൾ, നന്മയുടെ ഒരു വാതിൽ തുറക്കപ്പെട്ടു. ആ നന്മയുടെ വാതിലിലൂടെ പ്രവേശിക്കാൻ അദ്ദേഹത്തിന് അവസരം ഉണ്ടായില്ല, കഴിഞ്ഞില്ല. അന്ന് അതിനുള്ള ഭാഗ്യമുണ്ടായില്ല. കാലഘട്ടത്തിൽ അതിന് അദ്ദേഹത്തിന് കഴിഞ്ഞു. നമ്മുടെയൊക്കെ മുൻപിൽ നന്മയുടെ വാതിലുകൾ ഒരുപാട് തുറക്കപ്പെടും. ആ നന്മയുടെ വാതിലുകളിലൂടെ നന്മയാണ് എന്ന് മനസ്സിലാകുന്ന നിമിഷത്തിൽ നമ്മൾ കയറിയിട്ടില്ല എങ്കിൽ, കാലമേറെ കഴിഞ്ഞ് ഏറെ വൈകി
ആ നന്മയുടെ വാതിൽ ഒരുപക്ഷെ തുറന്നുകൊള്ളണമെന്നില്ല. തുറന്നാൽ തന്നെ വിചാരിച്ച രീതിയിൽ നന്മ പ്രവർത്തിക്കാൻ നമുക്ക് അവസരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നന്മയുടെ തുറന്നു വെച്ച വാതിലുകൾ എവിടെയാണ് എന്ന് അന്വേഷിക്കുക. ആ വാതിലുകളിലൂടെ പ്രവേശിക്കാൻ നമ്മൾ സന്നദ്ധരാവുക. നമ്മുടെ കൂട്ടായ്മ ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളും നന്മയുടെ 2 വലിയ വാതിലുകൾ നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുകയാണ്. നമ്മുടെ യുവാക്കൾക്ക് വേണ്ടി മലപ്പുറത്ത് വെച്ച് നടക്കുന്ന കേരള യൂത്ത് കോൺഫറൻസ് എല്ലാവർക്കും അറിയാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ അവിടെ ഉണ്ടാകണം. അതിൻ്റെ ആ നന്മയിൽ പങ്കുചേരുന്ന, ആ ദീനിന്റെ ഇസ്സത്ത് പ്രകടമാക്കുന്ന, ദീനിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ആ സദസ്സിൽ ഒരാളായി നമ്മളും ഉണ്ടാകണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഈ നാടിനും ഇതിന്റെ പരിസരത്തുമുള്ള യുവാക്കളായ ആളുകളെ, പ്രത്യേകിച്ച് 18 മുതൽ 45 വയസ്സ് വരെയുള്ള ആ ഏജിന്റെ ഇടയിലുള്ള ആളുകളെ അവിടെ എത്തിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പല ആളുകളും ഇന്നൊരു ജനാസ കഴിഞ്ഞാണ് ഈ പള്ളിയിലേക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ ഈ നാട്ടുകാരനായ, പ്രത്യേകിച്ച് ഈ പള്ളിയിൽ കൃത്യമായി ജമാഅത്തുകളിൽ പങ്കെടുത്തിരുന്ന മുതുകോടൻ കുഞ്ഞുട്ടി സാഹിബ് എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹം മരിക്കുകയും അല്പസമയം മുമ്പ് അദ്ദേഹത്തിന്റെ ജനാസ സംസ്കരണം പൂർത്തിയാക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷകരമാക്കുമാറാകട്ടെ. അതുപോലെയുള്ള മരണങ്ങളിൽ നമുക്ക് പാഠമുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ ആളുകളൊക്കെ പറഞ്ഞൊരു വാചകം, അദ്ദേഹത്തിന്റെ മരണവാർത്ത വിളിച്ചു പറഞ്ഞവരിൽ പല ആളുകളും പറഞ്ഞ വാചകം, അദ്ദേഹം കൃത്യമായി പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കുന്ന ആളായിരുന്നു എന്നാണ്. പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കുന്ന ആളായിരുന്നു, ദീൻ അനുസരിച്ച് ജീവിക്കുന്ന ആളായിരുന്നു, അറിഞ്ഞിടത്തോളം മനസ്സിലാക്കിയിടത്തോളം ദീൻ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളായിരുന്നു. നമ്മൾ മരിക്കുമ്പോഴും നമ്മളെക്കുറിച്ച് ആളുകൾ ഇത് പറയണം. നമ്മളെക്കുറിച്ച് ആ ആളുകൾ പറയാൻ വേണ്ടിയല്ല, ആളുകളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നത് എന്തുകൊണ്ടാണ്? ദീൻ അനുസരിച്ച് ജീവിച്ചത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന് അദ്ദേഹം ചെയ്ത എല്ലാ നന്മകൾക്കും അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം സന്തോഷകരമാക്കുമാറാകട്ടെ. നാളെ നമ്മൾ മരിക്കുമ്പോഴും നമ്മുടെ ഖബറിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയമായ വാതിലുകൾ നമുക്ക് വേണ്ടി തുറന്നു തരുമാറാകട്ടെ. നമ്മൾ രോഗികളായ ആളുകളുടെ അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين.